Hi guys, and welcome to today's session. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് വേസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇന്ത്യാസ് റൈസിങ് വേസ്റ്റ്, ദ നീഡ് ടു റീകാസ്റ്റ് ഇറ്റ്സ് മാനേജ്മെൻറ്റ്. നമ്മൾ നമ്മുടെ എല്ലാ വീഡിയോസിലും ചെയ്യുന്നത് പോലെ ഫസ്റ്റ് വിൽ ലുക്ക് ഓൺ ടു ദ പ്രിലിംസ് ആൻഡ് മെയിൻസ് റെലവൻസ് ഓഫ് ദിസ് പർട്ടിക്കുലർ ടോപ്പിക്. പ്രിലിംസിലാണെന്നുണ്ടെങ്കിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 ജനറൽ ഇഷ്യൂസ് ഓൺ എൻവിയോൺമെൻറ്റൽ ഇക്കോളജി, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന് അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അതേപോലെ മെയിൻസിൽ GS പേപ്പർ 3 വരുന്നൊരു ടോപ്പിക്കാണ്, വിച്ച് ഈസ് കൺസർവേഷൻ, എൻവിയോൺമെൻറ്റൽ പൊല്യൂഷൻ ആൻഡ് ഡീഗ്രഡേഷൻ, എൻവിയോൺമെൻറ്റൽ ഇമ്പാക്ട് അസസ്മെൻറ്റ്. Okay, so first we'll look on to the background of this particular news, then we'll explain it. Okay, so India is experiencing rapid digital growth, increasing the use of electronic devices in all sectors. This has led to a sharp rise in electronic waste, e-waste generation. India is now among the top global e-waste generators along with China, US, Japan and Germany. E-waste in India increased by 151.3% from 2017-18 to 23-24. So it has reached 17,78,400 metric tons with an annual rise of 1,69,283 metric tons. സോ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ ഇന്ത്യ വളരെയധികം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. അതായത് ഇപ്പോൾ ഒരുപാട് ആൾക്കാരും ബിസിനസ്സും എല്ലാവരും ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. കമ്പ്യൂട്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഫോൺസ് ആണെന്നുണ്ടെങ്കിലും TV ആണെന്നുണ്ടെങ്കിലും എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ടെക്നോളജി എന്ന് പറയുന്നത് ദിനം ദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. നാളെ എന്തെങ്കിലും പുതിയൊരു ടെക്നോളജി വന്നാൽ ഇന്നുള്ളൊരു സാധനം ഓൾഡായി അല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ ഓൾഡ് ആവുന്നതും അതേപോലെ തന്നെ ഈ ബ്രോക്കൺ ഇലക്ട്രോണിക്സ് ഒക്കെ അതിനൊക്കെ ഈ വെറുതെ ആവശ്യമില്ലാണ്ട് വലിച്ചെറിയണതാണ്, ആർ ബീങ് ത്രോൺ എവേ. ദിസ് ഈസ് കോൾഡ് ഇലക്ട്രോണിക് വേസ്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ വേസ്റ്റ് എന്ന് പറയുന്നത് ഈ സാധനങ്ങളെയാണ്. സോ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ടോപ്പ് 5 ഈ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയും ആ ടോപ്പ് 5 ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ചൈനയുടെ കാര്യം പറഞ്ഞു, US കാര്യം പറഞ്ഞു, ജപ്പാൻ, ജർമ്മനി. അപ്പോൾ ഇവരോടൊപ്പം ടോപ്പ് 5 കൺട്രീസിൽ ഇന്ത്യ കൂടി ഇടം പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ. അപ്പോൾ നമ്മൾ 2017 തൊട്ട് 18 വരെയും 2017-18 തൊട്ട് 23-24 വരെ 23-24 വരെ എടുത്തു കഴിഞ്ഞാൽ ദി എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ഇന്ത്യ ഹാസ് ഗോൺ അപ്പ് ബൈ 151%. 151% വർദ്ധിച്ചിരിക്കുകയാണ് 2017-18 തൊട്ട് 23-24 വരെ. സോ ദിസ് ഷോസ് ദാറ്റ് അത് ഡബിൾ ആയിരിക്കുകയാണല്ലേ. വിത്തിൻ ഫ്യൂ ഇയേഴ്സ് ഇറ്റ് ഹാസ് ഡബിൾഡ്. അപ്പോൾ ഈ ഒരു 23-24 2023-24 ഇന്ത്യ പ്രൊഡ്യൂസ്ഡ് അബൌട്ട് 17 lakh മെട്രിക് ടൺസ് ഓഫ് വേസ്റ്റ്. ഓക്കെ, 17 ലക്ഷത്തോളം മെട്രിക് ടൺ വേസ്റ്റാണ് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു 23-24 ഉള്ളിൽ. സോ എല്ലാ വർഷവും ഈ ഒരു എമൗണ്ട് 1 ലക്ഷം ടണ്ണായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എവറി ഇയർ ദിസ് എമൗണ്ട് ഈസ് ഇൻക്രീസിങ് ബൈ അബൌട്ട് 1.7 lakh ടൺസ് ആയിട്ട് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ while technology is growing, it is also important to manage this waste properly to protect the environment and health. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് EPR, എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ടാണ്, ആൻഡ് ഹൗ ഇറ്റ് വർക്ക്സ് ഇൻ ഇന്ത്യ. സോ ഈ ഒരു എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി EPR എന്ന് പറയുന്നത്, അതായത് കമ്പനീസ് ദാറ്റ് മേക്ക്, import or sell electronic products must take a responsibility for what happens to those products after people are done using them. ഓക്കെ, ഏതെങ്കിലും ഒരു അതായത് മേക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നവരായിക്കോട്ടെ, സെല് ചെയ്യുന്നവരായിക്കോട്ടെ, സോ അവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. എന്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം? ഈ പ്രൊഡക്ട്സൊക്കെ ആൾക്കാർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ഡിസ്പോസ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഈ ഒരു പ്രൊഡ്യൂസേഴ്സ് ഏറ്റെടുക്കണം എന്നാണ് ഈ ഒരു EPR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എസ്പെഷ്യലി ഹൗ ദ വേസ്റ്റ് ഈസ് കളക്റ്റഡ്, റീസൈക്കിൾഡ് ഓർ സേഫ്ലി ഡിസ്പോസ്ഡ് ഓഫ്. സോ എങ്ങനെയാണ് EPR നമ്മുടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം.
സോ ഇന്ത്യ ഈ ഒരു EPR എന്ന് പറയുന്ന റൂള് കൊണ്ടുവന്നത് 2016 റൂൾ അനുസരിച്ചിട്ടാണ്, വിച്ച് ഈസ് ദി വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് 2016. സോ ഈ ഒരു റൂൾ അനുസരിച്ച് companies should track and manage their products through their whole life cycle for making them to disposing of them. അതായത് ഈ ഒരു കമ്പനീസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ അത് സെല് ചെയ്യുന്നവരായിക്കോട്ടെ, അപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും ആ ഒരു കമ്പനി ഇല്ലേ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി ഏറ്റെടുക്കണം അവർ ആ പ്രോഡക്റ്റ് നേരവണ്ണം ട്രാക്ക് ചെയ്ത് ആൻഡ് ദേ ഷുഡ് മാനേജ് ദെയർ പ്രോഡക്ട്സ് ത്രൂ ദെയർ ഹോൾ ലൈഫ് സൈക്കിൾ. ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പല സ്റ്റേജസിലൂടെ അത് കടന്നു പോകും അല്ലേ. സോ അതൊക്കെ ട്രാക്ക് ചെയ്ത് അവർ വേണം ഇത് മാനേജ് ചെയ്യാൻ. സോ ഈ ഒരു ലോക്കൽ ഗവൺമെൻറ് മുനിസിപ്പാലിറ്റീസിനൊക്കെ അതിൻ്റെ ഒരു പ്രഷർ കുറഞ്ഞു കിട്ടും. പിന്നീടുള്ളത് ദ പ്രൊഡക്റ്റ് ഷുഡ് ബി മോർ എക്കോ ഫ്രണ്ട്ലി എന്നുള്ളതാണ്. ദേ ഷുഡ് ഡിസൈൻ പ്രൊഡക്ട്സ് ഇൻ എ മോർ എക്കോ ഫ്രണ്ട്ലി വേ. സോ അത് ഹെൽപ്ഫുള്ളായിരിക്കും, ഈസിലി റീയൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് റീസൈക്കിൾ ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ആ ഒരു പ്രൊഡക്റ്റ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വേയിൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നീടുള്ളതൊരു ഇൻക്ലൂഡ് എൻവിയോൺമെൻറ്റൽ കോസ്റ്റ്സ് ഇൻ പ്രോഡക്റ്റ് പ്രൈസസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എൻവിയോൺമെൻറ്റൽ കോസ്റ്റ്സ് ഇൻ പ്രോഡക്റ്റ് പ്രൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനീസ് ഷുഡ് ആഡ് ദ കോസ്റ്റ് ഓഫ് സേഫ്ലി മാനേജിങ് ആൻഡ് റീസൈക്ലിംഗ് ദി പ്രൊഡക്ട്സ്. അതായത് ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അത് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ വരുമല്ലോ. സോ ആ ഒരു കമ്പനി ഷുഡ് ആഡ് ദ കോസ്റ്റ് ഓഫ് സേഫ്ലി മാനേജിങ് ആൻഡ് റീസൈക്ലിംഗ് ദ പ്രോഡക്റ്റ് ഇൻ ടു ദ പ്രൈസ് യു പേ വെൻ യു ബൈ ഇറ്റ്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു. ഓക്കെ, അപ്പോൾ ആ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയൊരു പ്രൈസ്, സ്മോൾ പാർട്ട് ഓഫ് ദ പ്രൈസ് ഷുഡ് കവർ വാട്ട് ഇറ്റ് വിൽ കോസ്റ്റ് ടു അത് കളക്ട് ചെയ്യാൻ. അതിൻ്റെ ഒരു വേസ്റ്റ്, ആ ഒരു ഫോണിന് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നാൽ അതെങ്ങനെ കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ റീസൈക്കിൾ ചെയ്യാം, അതേപോലെ സേഫ്ലി ഡിസ്പോസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ പ്രൈസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, so if you are buying a mobile phone, a small part of the price should cover what it will cost to collect, recycle or safely dispose of that phone when it becomes old or broken. So ഈ ഒരു വേയിൽ the company has money ready to take care of the waste later. അതേപോലെ തന്നെ environment it will be protected, and you are not just paying for the product but also responsible for the disposal എന്നുള്ളതാണ്. സോ ഈ ഒരു എൻവിയോൺമെൻറ്റൽ കോസ്റ്റ് ഇൻ പ്രോഡക്റ്റ് പ്രൈസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ബിക്കംസ് പാർട്ട് ഓഫ് ബിസിനസ് മോഡൽ അല്ലേ. അതേപോലെ തന്നെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഇറ്റ് വിൽ റിഡ്യൂസ് പ്രഷർ ഓൺ ലോക്കൽ ഗവൺമെൻറ്റ്സ്. അതായത് ഈ മുനിസിപ്പാലിറ്റി ഒക്കെയാണ് കൂടുതൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ജോലിഭാരം കുറച്ചും കൂടി കുറഞ്ഞു കിട്ടും. സോ ബൈ ഹാൻഡ്ലിങ് ദെയർ ഓൺ വേസ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് ലീവിങ് ഇൻ ടു ദ പബ്ലിക് സിസ്റ്റം. സോ എന്തുകൊണ്ടാണ് ഈ ഒരു EPR ഇമ്പോർട്ടൻ്റ് ആവുന്നത്? സോ EPR ഹെൽപ്സ് ടു കീപ് ദി എൻവിയോൺമെൻറ്റ് ക്ലീനർ അല്ലേ. അതേപോലെ തന്നെ അത് കമ്പനീസിനെ എൻകറേജ് ചെയ്യും ടു ഡിസൈൻ ബെറ്റർ ലോങ് ലാസ്റ്റിംഗ് പ്രോഡക്ട്സ്, ആൻഡ് ഇറ്റ് വിൽ മേക്ക് റീസൈക്ലിംഗ് മോർ ഓർഗനൈസ്ഡ് ആൻഡ് റെസ്പോൺസിബിൾ. അതേപോലെ ഇറ്റ് വിൽ കട്ട് ഡൗൺ ഹാംഫുൾ ഇഫക്ട്സ് ഓഫ് വേസ്റ്റ് ഓൺ ഹെൽത്ത് ആൻഡ് നേച്ചർ. സോ നമ്മൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ദ EPR മേക്സ് കമ്പനീസ് പാർട്ട് ഓഫ് ദി സൊല്യൂഷൻ, നോട്ട് ജസ്റ്റ് എ പ്രോബ്ലം. And they can't just sell electronics and forget about them. They must also take care of the waste they create. So next we'll look on to the consequences of improper e-waste management. സോ ഈ ഒരു നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു എൻവിയോൺമെൻറ്റൽ ഡാമേജ് ആണ്. സോ ഈ ഒരു വേസ്റ്റ് നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ ഹാം ദി എൻവിയോൺമെൻറ്റ്. നമ്മൾ വാട്ടർ പൊല്യൂഷൻ അതെങ്ങനെയാണ് ഇത് പൊല്യൂട്ട് ചെയ്യുന്നത് നോക്കിയാൽ, ഇപ്പോൾ ഡേഞ്ചറസ് കെമിക്കൽസ് ലൈക്ക് സൈനൈഡും അതേപോലെ സൾഫ്യൂരിക് ആസിഡൊക്കെ ഇറ്റ് ക്യാൻ ലീക്ക് ഇൻ ടു റിവേഴ്സ് ആൻഡ് ഗ്രൗണ്ട് വാട്ടേഴ്സ്. സോ ഈ ഒരു സൈനൈഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല. അതായത് ഈ ഒരു സർക്യൂട്ട് ബോർഡ്സ് ഉണ്ടാവില്ലേ, അതായത് പഴയ ഓൾഡ് സർക്യൂട്ട് ബോട്ടുകൾ അത് ബ്രോക്കൺ ആയിക്കഴിഞ്ഞാൽ വർക്കേഴ്സ് ഓഫൺ യൂസ് ദീസ് സൈനൈഡ് ഓർ സൾഫ്യൂരിക് ആസിഡ് ടു റിമൂവ് ടൈനി ബിറ്റ്സ് ഓഫ് ഗോൾഡ് ആൻഡ് കോപ്പർ ഫ്രം ദാറ്റ് സർക്യൂട്ട് ബോർഡ്. സോ പിന്നീട് ഈ കെമിക്കൽസ് ദേ ആർ ഓഫൺ പോർഡ് ഇൻ ടു ഡ്രെയിൻസ് ഓർ റിവേഴ്സ് ആഫ്റ്റർ യൂസ്.
അപ്പോൾ ഈ ഒരു ടോക്സിക് കെമിക്കൽസ് അത് വാട്ടറിനെ കണ്ടാമിനേറ്റ് ചെയ്യുകയും ഇറ്റ് വിൽ ഹാം ദ ഫിഷ് ആൻഡ് മേക്ക് ദ വാട്ടർ അൺസേഫ് ഫോർ നിയർ ബൈ കമ്മ്യൂണിറ്റീസ് ആൻഡ് ഓൾ. അതേപോലെ ഒരു എയർ പൊല്യൂഷൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ എസ്പെഷ്യലി ഡൽഹി യു പിയുടെ ഒക്കെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ ഈ സീലംപൂരും അതേപോലെ യു പിയിൽ മൊറാദാബാദ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഈ വർക്കേഴ്സ് ദേ വിൽ ബേൺ വയേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അതിന്ന് കോപ്പർ, അതിനുള്ളിലുള്ള കോപ്പർ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഈ ഒരു വയറും പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കത്തിച്ച് കളയും. സോ ഇങ്ങനെ കത്തിക്കുമ്പോൾ ആ ഒരു വയറും പ്ലാസ്റ്റിക്കും ഒക്കെ ഇറ്റ് വിൽ റിലീസ് ലെഡ് ഫ്യൂംസ്, ഡയോക്സിൻസ് ആൻഡ് അതർ ഹാംഫുൾ ഗ്യാസസ്. സോ ദ എയർ ബിക്കംസ് ടോക്സിക് അല്ലേ, അത് ബ്രീത്ത് ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥ വരും. അതേപോലെ ഒരുപാട് ലങ് പ്രോബ്ലംസും ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആൾക്കാർക്ക് വരാൻ ചാൻസ് ഉണ്ട്. സോയിൽ പൊല്യൂഷൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മെറ്റൽസൊക്കെ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം ആ ഒരു ലെഫ്റ്റ് ഓവറായിട്ട് വരുന്ന ഈ വേസ്റ്റ്, അതായത് വി ക്യാൻ കോൾ ദറ്റ് സ്ലാഗ് ഓർ റെസിഡ്യൂസ് ആർ ഓഫൺ ഡംപ്ഡ് ഓൺ ഓപ്പൺ ലാൻഡ്. സോ ഈ പീസസ് എല്ലാം ദിസ് വിൽ കണ്ടെയ്ൻ ഹെവി മെറ്റൽസ് ലൈക്ക് മെർക്കുറി, കാഡ്മിയം, ലെഡ് അതേപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. സോ ഈ ടോക്സിൻസ് സോയിലായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ മേക്ക് ഇറ്റ് പോയ്സണസ് അല്ലേ, ആൻഡ് ഇറ്റ് വിൽ മേക്ക് അൺസേഫ് ഫോർ ഫാമിംഗ് ഓർ ഈവൻ വാക്കിംഗ് ബെയർ ഫുട്ട്. ഒന്ന് എൻവയോൺമെൻറ്റൽ ഡാമേജ് ആണ്, നമ്മൾ പറഞ്ഞു വാട്ടർ പൊല്യൂഷനും എയർ പൊല്യൂഷനും സോയിൽ പൊല്യൂഷനും ഒക്കെ ഇത് ഉണ്ടാക്കും. ആൻഡ് ഇന്ത്യയിൽ ഈ ഒരു ദിസ് ഡാമേജ് കോസ്റ്റ് നിയർലി 10 ബില്യൺ എവറി ഇയർ. ഓക്കെ, രണ്ടാമതുള്ളതൊരു എക്കണോമിക് ലോസസ് ആണ്. സോ ഈ ഒരു പൂറായിട്ടുള്ള റീസൈക്ലിംഗ് മെത്തേഡും കാര്യങ്ങളൊക്കെ വളരെയധികം ഹ്യൂജ് ഫിനാൻഷ്യൽ ലോസ് ആണ് ഇന്ത്യക്ക് ഉണ്ടാക്കുന്നത്. So India loses around 80,000 crores, about 10 billion every year, because valuable metals like gold, silver and copper are not recovered properly. ഓക്കെ, ഇതൊന്നും പ്രോപ്പറായിട്ട് റിക്കവർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വി ആർ ലൂസിങ് നിയർലി 80,000 crores. ആൻഡ് ഗവൺമെൻറ്റിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ലോസ് അറ്റ്ലീസ്റ്റ് 20 billion ഇൻ ടാക്സ് മണി each year, because most recycling happens in informal sector. അതായത് ഗവൺമെൻറ് ഒന്നും അറിയാതെ വേറെ ഒരു ഇൻഫോർമൽ സെക്ടറിലാണ് റീസൈക്ലിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് വളരെയധികം ഹെവി ടാക്സ് ലോസാണ് വരുന്നത്, 20 ബില്യണോളം ലോസാണ്. സോ ദർ ആർ നോ റെക്കോർഡ്സ് ഓർ ടാക്സസ് ഫോർ ദിസ് റീസൈക്ലിംഗ് വിച്ച് ഈസ് ഹാപ്പനിങ് ഇൻ ദി ഇൻഫോർമൽ സെക്ടർ. പിന്നീടുള്ളത് സോഷ്യൽ ഹാമാണ്. ഇംപ്രോപ്പർ ഇ വേസ്റ്റ് ഹാൻഡ്ലിംഗ് ഓൾസോ ഹാംസ് പീപ്പിൾസ് ഹെൽത്ത് ആൻഡ് ലൈഫ്സ്. അതായത് ഡേഞ്ചറസ് റീസൈക്ലിംഗ് പ്രാക്ടീസസ് ഇറ്റ് വിൽ കോസ്റ്റ് ഓവർ 20 ബില്യൺ ആനുവലി ഇൻ ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് അതർ സോഷ്യൽ പ്രോഗ്രാംസ്. ഓക്കെ, ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള റീസൈക്ലിംഗ് പ്രാക്ടീസസ് കൊണ്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും സോഷ്യൽ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് മെനി പീപ്പിൾ ഹു വർക്ക് ഇൻ ഇൻഫോർമൽ റീസൈക്ലിംഗ് ആർ വുമൻ ആൻഡ് ചിൽഡ്രൻ. Due to constant exposure to these toxic chemicals, their average lifespan is below 27 years. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കൂ, വളരെ കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വളരെ കൺസേണിങ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അല്ലേ. ആൻഡ് ദീസ് ഡ്യൂ ടു ദി കോൺസ്റ്റന്റ് എക്സ്പോഷർ ടു ദീസ് ടോക്സിക് കെമിക്കൽസ് ഒരു ലൈഫ്, അവരുടെ ഒരു ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 27 വയസ്സിൽ താഴെയാണ്, മച്ച് ഷോർട്ടർ ദാൻ നോർമൽ അല്ലേ. സോ ഇതിനൊരു സമ്മറി ആയിട്ട് നമുക്ക് എന്ത് പറയാം, ഈ ഒരു ബാഡ് ഇ വേസ്റ്റ് മാനേജ്മെൻറ്റ് കോസസ് പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ ആയിക്കോട്ടെ, വാട്ടർ പൊല്യൂഷൻ ആയിക്കോട്ടെ, സോയിൽ പൊല്യൂഷൻ ആയിക്കോട്ടെ, ഇറ്റ് കോസസ് പൊല്യൂഷൻ. അതേപോലെ വേസ്റ്റഡ് മണി ആൻഡ് ലോസ്റ്റ് വാല്യുബിൾ മെറ്റൽസ്, ഹെൽത്ത് പ്രോബ്ലംസ് എസ്പെഷ്യലി ഫോർ പുവർ കമ്മ്യൂണിറ്റീസ്. ദാറ്റ്സ് വൈ പ്രോപ്പർ ഇ വേസ്റ്റ് റീസൈക്ലിംഗ് ഈസ് നോട്ട് ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഇറ്റ്സ് ഏർജൻറ്റ്. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ ഒരു കൺക്ലൂഷൻ പാർട്ടിലോട്ട് കിടക്കാം. We'll conclude with the way forward for e-waste recycling in India. സോ ഒന്ന് നമ്മൾ EPR മെൻഷൻ ചെയ്തിരുന്നു അല്ലേ. സോ ഈ ഒരു EPR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ഈ എൻവയോൺമെൻറ്റൽ കോസ്റ്റ് ഇൻ പ്രൊഡക്റ്റ് പ്രൈസസ്, അതായത് ഈ ഒരു എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി അല്ല, ഈ ഒരു എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി കൊണ്ട് വി ക്യാൻ അതിൽ ഒരു ഫ്ലോർ പ്രൈസിങ് കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ വി ലുക്ക് ഓൺ ടു ദി വാട്ട് ഈസ് ഫ്ലോർ പ്രൈസിങ് ഇൻ EPR. സോ നമ്മൾ EPR നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു. അതേപോലെ ഈ ഒരു EPRൽ തന്നെ ഒരു ഫ്ലോർ പ്രൈസിങ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇറ്റ് മീൻസ് ഒരു മിനിമം പ്രൈസ് വയ്ക്കുക. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് ഒരു മിനിമം പ്രൈസ് കൊടുക്കണം.
they must pay for a proper recycling of their products. And it's not just about money അല്ല, it's all about protecting the environment and people's health. സോ എന്തുകൊണ്ടാണ് ഈ ഒരു ഇ വേസ്റ്റ് റീസൈക്ലിംഗ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? സോ ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റോപ്പ് പൊല്യൂഷൻ ഇൻ റിവേഴ്സ്. അതേപോലെ ഫാം ലാൻഡ്സും കാര്യങ്ങളൊക്കെ ഡാമേജ് ആവാതിരിക്കാൻ സഹായിക്കും. ആൻഡ് ടോക്സിക് എക്സ്പോഷ്യർ, ഇറ്റ് വിൽ റിഡ്യൂസ് ടോക്സിക് എക്സ്പോഷ്യർ ടു ദി പുവർ കമ്മ്യൂണിറ്റി. സോ ഈ ഒരു നമ്മൾ പറഞ്ഞു ഒരു 73% ഇൻക്രീസാണ് ഈ വേസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഓവർ ദ ലാസ്റ്റ് 5 years. സോ ഇന്ത്യ നീഡ്സ് urgent action to handle this growing problem. How will this help India? So recycling will be valued more, and informal recycling കാര്യങ്ങളൊക്കെ it will be shifted to formal, to a much better safer system. So it will lead to better technology, new recycling centers and jobs in the green economy. And അതേപോലെ തന്നെ it will ensure India grows economically without harming the environment. ആൻഡ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയുടെ ഒരു ഗ്ലോബൽ റോളാണ്. സോ ഇഫ് ഇന്ത്യ അഡോപ്റ്റ്സ് ദീസ് വിഷൻ, ഇറ്റ് ക്യാൻ ബിക്കം എ ഗ്ലോബൽ ലീഡർ ഇൻ സസ്റ്റൈനബിൾ ഇ വേസ്റ്റ് മാനേജ്മെൻറ്റ്. സോ ഇന്ത്യ ഈ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു നമുക്ക് ഈ ഒരു വിഷൻ ഉണ്ടല്ലേ, ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഈ ഒരു വിഷൻ നമ്മൾ നേരെ അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ India will become a global leader in sustainable e-waste management. With smart policies and fair pricing, e-waste can turn into a very valuable resource. ഓക്കെ, ഒരു ട്രാഷ് അല്ലാതെ ഈ ഒരു ഇ വേസ്റ്റ് സ്മാർട്ട് പോളിസീസിലൂടെയും ഫെയർ പ്രൈസിങ്ങിലൂടെയും നമ്മൾ റീസൈക്കിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ വെരി വാല്യുബിൾ റിസോഴ്സ്. സോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് സെറ്റിംഗ് എ ഫെയർ റീസൈക്ലിംഗ് പ്രൈസ് can protect the environment, improve health, grow the economy, and show the world how to manage e-waste the right way. Okay, so ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡിസ്കഷൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത്. ഔട്ട്കം, ആൻഡ് make sure you read this topic in today's newspaper. Okay, bye, have a nice day.